എഹെസ്കേൽ 17 അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോടൊരു കടങ്കഥ പറഞ്ഞ് ഒരു ഉപമ പ്രസ്താവിക്കേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. വലിയ ചിറകും നീണ്ട തൂവലുമുള്ളതും പല നിറമായ പപ്പും നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരമെടുത്ത് അവൻ അതിന്റെ ഇളം ചില്ലികളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടുചെന്നു കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിള നിലത്ത് നട്ടു. അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടുചെന്ന് അലരി വൃക്ഷം പോലെ നട്ടു. അത് വളർന്നു പൊക്കം കുറഞ്ഞ് പടർന്നു മുന്തിരിവള്ളിയായി തീർന്നു. അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതും ആയിരുന്നു. ഇങ്ങനെ അത് മുന്തിരിവള്ളിയായി കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു. എന്നാൽ വലിയ ചിറകും വളരെ പപ്പുമുള്ള മറ്റൊരു വലിയ കഴുകനുണ്ടായിരുന്നു. അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തന്റെ തടത്തിൽ നിന്നും വേരുകളെ അവങ്കിലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി. കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നല്ല നിലത്ത് നട്ടിരുന്നു. ഇതു സാധിക്കുമോ? അത് വാടിപ്പോകത്തക്കവണ്ണം അതിന്റെ തളിർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിന്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ചു കളയുകയും ചെയ്യുകയില്ലയോ? അതിനെ വേരോടെ പിഴുതു കളയേണ്ടതിന് വലിയ ബലമോ വളരെ ജനമോ ആവശ്യമില്ല. അത് നട്ടിരിക്കുന്നു, സത്യം. അത് തഴയ്ക്കുമോ? കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അത് തീരെ വാടിപ്പോകില്ലയോ? വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകും എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു എന്ന് നീ പറക. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗൃഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത്, ബാബേൽ രാജാവ് യെരുശലേമിലേക്ക് വന്ന് അതിന്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലേക്ക് കൊണ്ടുപോയി. രാജസന്തതിയിൽ ഒരുത്തനെ അവൻ എടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്ത് അവനെയും കൊണ്ട് സത്യം ചെയ്യിച്ചു. രാജ്യം തന്നെത്താൻ ഉയർത്താതെ താണിരുന്നു അവന്റെ ഉടമ്പടി പ്രമാണിച്ച് നിലനിന്ന് പോരേണ്ടതിനും അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി. എങ്കിലും അവനോട് മത്സരിച്ച് ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരണമേ എന്ന് പറവാൻ ദൂതന്മാരെയും മിസ്രൈമിലേക്ക് അയച്ചു. അവൻക്ക് ദാർഥനാകുമോ? ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റി ഒഴിയുമോ? അല്ല, അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതി പോകുമോ? എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിന്റെ സ്ഥലമായ ബാബേലിൽ അവന്റെ അരികെ വെച്ച് തന്നെ അവൻ മരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവനോട് ചെയ്ത സത്യം അവൻ ധിക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ. ബഹുജനത്തെ നശിപ്പിച്ച് കളവാൻ തക്കവണ്ണം അവർ വാട കോരി കൊത്തളം പണിയുമ്പോൾ ഫറവോൻ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവനു വേണ്ടി യുദ്ധത്തിൽ ഒന്നും പ്രവർത്തിക്കുകയില്ല. അവൻ ഉടമ്പടി ലംഘിച്ച് സത്യം ധിക്കരിച്ചിരിക്കുന്നു. അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നാണ് അവൻ ധിക്കരിച്ചിരിക്കുന്ന എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എന്റെ ഉടമ്പടിയും ഞാൻ അവന്റെ തലമേൽ വരുത്തും. ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും. അവൻ എന്റെ കണിയിൽ അകപ്പെടും. ഞാൻ അവനെ ബാബേലിലേക്ക് കൊണ്ടുചെന്ന് അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ച് അവിടെ വെച്ച് അവനോട് വ്യവഹരിക്കും. അവന്റെ ശ്രേഷ്ഠ യോദ്ധാക്കളൊക്കെയും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും. ശേഷിപ്പുള്ളവരോ 4 ദിക്കിലേക്കും ചിതറിപ്പോകും. യഹോവയായ ഞാൻ ഇത് അരുളിച്ചെയ്തു എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരം എടുത്ത് നടും. അതിന്റെ ഇളം ചില്ലികളുടെ
അറ്റത്ത് നിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതമായുള്ള ഒരു പർവ്വതത്തിൽ നടും. ഇസ്രയേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാനത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ള ഒരു ദേവദാരുവായി തീരും. അതിന്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തഴപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.